ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ വലിയ സംഖ്യകളിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ 8+2 എടുക്കാൻ പോകുന്നത്. 8+2 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 8 എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 8 അറിയാം ഏതാണെന്ന്. ഇതാണ് നമ്മുടെ 8. അതിൻ്റെ കൂടെ 2 കൂട്ടണം. ശരി, 8+2. അപ്പോൾ 8 എടുത്തിട്ടുണ്ട്. ആ 8 എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് +2 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ 2 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യാൻ 1. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാൻ വിരലുകളില്ല. അപ്പോൾ അടുത്ത 10ൻ്റെ സ്ഥാനത്തുള്ള 1 എടുക്കണം. ഓക്കെ, കാരണം 8+2 ആണ്, അല്ലെങ്കിൽ 8+2 ആണ്. അപ്പോൾ 8 എടുത്തു, അതിൻ്റെ കൂടെ പിന്നെ 2 കൂട്ടുക എന്നുള്ളതാണ്. 1 കൂട്ടി, അടുത്ത കൂട്ടാൻ വിരലുകളില്ല. അപ്പോൾ ഇവിടെ നിന്ന് 1 കൂടെ കൂട്ടുക, 2 കൂട്ടുക. 8+2 ആണ്. അപ്പോൾ 8 കഴിഞ്ഞു. പിന്നെ 1, 2 ഇവിടെ എടുക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കണം. ഇതിൽ നിന്നൊരു വിരലെടുക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇടത് 10ൻ്റെ സ്ഥാനത്ത് 1 എടുക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ 1, 2 എന്ന് എണ്ണി വരികയാണെങ്കിൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? 10 ആണ്. 10 ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. 8+4. 8+4. ഓക്കെ, 8+4 എങ്ങനെ എടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ 8 എടുത്തു, അതിൻ്റെ കൂടെ 1, ഇതൊന്നും എടുത്തു. അപ്പോൾ 2. അപ്പോൾ ഇത് ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്ക് ഇതിൽ എണ്ണാൻ വിരളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 8 എടുത്തു, 8ൻ്റെ കൂടെ 8+2 ആണ്. അപ്പോൾ 8+4 ആണ്. അപ്പോൾ 8 എടുത്തു, അതിൻ്റെ കൂടെ 1, 2 ഇത് 2 എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ഇത് അടയ്ക്കുക. 3, 4. അപ്പോൾ ആൻസർ എത്രയാണ്? 10ൻ്റെ സ്ഥാനത്ത് 1, ഒറ്റയുടെ സ്ഥാനത്ത് 2. അപ്പോൾ 12. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അടുത്ത നമുക്ക് 8+5 8+5 നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 8 എടുക്കുന്നു, അതിൻ്റെ 1, 2, 3, 4, 5. ആൻസർ എത്രയാണ്? 13 ആണ്. 13 ആണ് ആൻസർ. ഓക്കെ, നമുക്കൊന്നും കൂടെ നോക്കാം. അടുത്ത 7+5 ആണ്. 7+5 ആണ്. നമുക്ക് ഇവിടെ 7 നമുക്കറിയാം. ഇതാണ് 7. 7ൻ്റെ കൂടെ 5 ആണ് ആഡ് ചെയ്യേണ്ടത്. 7ൻ്റെ കൂടെ കൂട്ടേണ്ടത് 5 ആണ്. അപ്പോൾ 1, 2, 3, 4, 5. ആൻസർ എത്രയാണ്? 12 ആണ് ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒന്നുകൂടെ നോക്കാം. 6+8. 6+8 നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എടുത്തു. ഇനി 6 നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് നോക്കേണ്ടതെന്ന് 8 ആണ്. അപ്പോൾ 6 എടുത്തതിന് ശേഷം പിന്നെ 1, 2, 3, 4, 5, 6, 7, 8. ആൻസർ എത്രയാണ്? 14 ആണ്. 14 ആണ് ആൻസർ വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് വലിയ സംഖ്യകളിലോട്ട് പോയാലോ. അടുത്തത് 11+7 ആണ്. 11+7 ആണ്. ഓക്കെ, നമുക്കറിയാം 11 എന്ന് പറയുന്നത് 10ൻ്റെ സ്ഥാനത്ത് 1, ഒറ്റയുടെ സ്ഥാനത്ത് 1. 11. ഇതിൻ്റെ കൂടെ 7 ആണ് കൂട്ടേണ്ടത്. 11 എടുത്തതിന് ശേഷം 1, 2, 3, 4 തള്ളവറിൽ നോക്കുമ്പോൾ ബാക്കി അടയ്ക്കുക. 4, 5, 6, 7. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടി? 10, 15, 16, 17, 18 ആണ് ആൻസർ. ഓക്കെ, 10ഉം 8ഉം നമ്മൾ ഇത്രയാണ് എടുത്തത്. 11++7 ആണ്. അപ്പോൾ നമ്മൾ 11 ആദ്യം എടുത്തു, അതിൻ്റെ കൂടെ 7 കൂട്ടുക. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയത് 14 ആണ്. നമുക്ക് കുറച്ചുകൂടെ നമുക്കിതിനകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. വളരെ വളരെ സിമ്പിളായിട്ട് മാറും ഇത്. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് 11+13 ആണ്. 11+13 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. 11 നമ്മൾ ആദ്യം എടുത്തു, അതിൻ്റെ കൂടെ പിന്നെ കൂട്ടേണ്ടത് 13 ആണ്. അപ്പോൾ 10ൻ്റെ സ്ഥാനത്താണ്, അതായത് ഇവിടെ ആദ്യം 11 വന്നു, പിന്നെ 13 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 11 എടുത്തു,
എടുത്തത് അങ്ങ് മാറ്റി ഇങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ഇനി നോക്കേണ്ടത് 13 അപ്പോൾ 13 നോക്കാൻ ഇവിടെ നിന്ന് 1 കൂട്ടിയാൽ 10 ആണെന്നത്. ഇത് ഒറ്റയുടെ ഇതിന്റെ വില 1 ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ ഒരു വിരലിന്റെ വില 10 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ 11 എടുത്തു. 11ന്റെ കൂടെ 13 കൂട്ടാൻ. അപ്പോൾ ഇവിടെ ഒരു വിരൽ ആദ്യം കൂട്ടി 10 അങ്ങ് കൂട്ടുക. ഓക്കെ, 10 കൂട്ടി. ഇനി 3 കൂടി കൂട്ടണം. 13 നമുക്ക് 11ന്റെ കൂടെ 13 കൂട്ടേണ്ടത്. അപ്പോൾ 10 കൂട്ടി ഇനി 3 കൂട്ടണം. 1, 2, 3. ഓക്കെ, ആൻസർ എത്രയാണ്? 24. ഓക്കെ, പിടിയോ? ആൻസർ 24. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ വ്യക്തമാക്കി തരാം. ഓക്കെ, അടുത്ത നമുക്ക് 15 അധികം 14 നോക്കാം. 15 അധികം 14 എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താണ്? 15 ആണ്. 10ന്റെ സ്ഥാനം 5. ഇതാണ് 15 എന്ന് പറയുന്നത്. 15ന്റെ കൂടെ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 14 ആണ്. അപ്പോൾ 14 എടുക്കണമെങ്കിൽ ആദ്യം 10 എടുക്കുക. 10 അങ്ങ് കൂട്ടുക. ഇനി നമുക്ക് എത്ര കൂട്ടിയാൽ മതി? 4 കൂടി കൂട്ടിയാൽ മതി. 15ന്റെ കൂടെ 14 ആണ്. അതിൽ 10 കൂട്ടി ഇനി 4 കൂട്ടണം. 1, 2, 3, 4. അപ്പോൾ ആൻസർ എത്രയായി? 29. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് 15 അധികം 16 നോക്കാം. 15 അധികം 16 എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 15 എടുത്തു. ഇനി 16 നോക്കണം. 16 നോക്കണമെങ്കിൽ ആദ്യം 10 എടുത്തു. ഇനി 6 കൂടി കൂട്ടണം. ഓക്കെ, 1, 2, 3, 4. ഇതിലെ വിരൽ തീർന്നു. ഇത് തീർന്നെങ്കിൽ ഇതടയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് അടുത്തെടുക്കാം. ഓക്കെ, നമ്മൾ എടുക്കേണ്ടത് ശ്രദ്ധിക്കുക. 15 അധികം 16 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 15 എടുത്തു. അതിൻ്റെ കൂടെ 16 കൂടി കൂട്ടണം. അപ്പോൾ 10 എടുത്തു. ഇനി 6 കൂടി കൂട്ടണം. 1, 2, 3, 4. ഇതടയ്ക്കുക. ഇതിൽ നിന്ന് ഒരു വിരൽ കൂട്ടിയിട്ട് 5, 6. അപ്പോൾ എത്രയായി? 31. വളരെ ചെറിയ പാടായിട്ട് തോന്നും. ഒരു കാരണവശാലും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാറിക്കോളും. പക്ഷേ ഇത്രയും നമ്മൾ വിരൽ വെച്ച് തന്നെ നമുക്ക് 15 അധികം 16 നമുക്ക് ഈസി ആയിട്ട് കൂട്ടാൻ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളിത് പാടണം എന്ന് വിചാരിച്ചും വിടരുത്. വളരെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. നമ്മളുടെ അടുത്ത പ്രോഗ്രാമിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, 15 അധികം 16 നമ്മൾ നോക്കി. ഒന്നുകൂടെ നോക്കാം. 15 അധികം 16 ആണ്. 16ന് 10 കൂട്ടി. ഇനി 6 കൂടി കൂട്ടിയാൽ മതി. 1, 2, 3, 4. 4 ആയുള്ളൂ. ഇനി 2 കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത ഇവിടെ വിരലുള്ളൂ. അപ്പോൾ 5 ആയി 6 ആയി. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് 31 ആണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ വലിയ സംഖ്യകളിലോട്ട് പോകാം. നമുക്ക് 23 അധികം 25 നോക്കാം. 23 അധികം 25. 23 എന്ന് പറയുന്നത് 10, 20, 21, 22, 23 ആണ്. ഓക്കെ, 23ന്റെ കൂടെ 25 നമുക്ക് കൂട്ടാൻ. അപ്പോൾ 20 എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനമാണ്, അറിയാം അല്ലേ? അപ്പോൾ 25ൽ ആദ്യം 20 അങ്ങ് കൂട്ടുക എന്നുള്ളതാണ്. 23 എടുത്തു. അതിൻ്റെ കൂടെ 25 ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് 23 എടുത്തെങ്കിൽ അതങ്ങ് നമ്മൾ വിരൽ കറക്റ്റ് ആണെങ്കിൽ പിന്നെ 23 കിടന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ബാക്കി കൂട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് എത്രയാണ് കൂട്ടേണ്ടത്? 25 ആണ്. അപ്പോൾ നോക്കേണ്ടത് 10, 20 കൂട്ടി അല്ലേ? 20 ആയി. ഇനി നമുക്ക് 5 കൂടിയാണ് കൂട്ടാൻ. 5 കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഒറ്റ വിരലെടുത്താൽ 5 ആവും. അങ്ങനെ കൂട്ടാൻ പാടാണെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 20 കൂട്ടിയിട്ടുണ്ട്. ഇനി 1, 2, 3, 4, 5. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 48 നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. എത്രയാണ്? 48. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. 23 അധികം 25. 23 അധികം 25 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 20, 21, 22, 23 എടുത്തു കഴിഞ്ഞു. 23ന്റെ കൂടെ 25 കൂട്ടാൻ. അപ്പോൾ ആദ്യം നമ്മൾ 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യകളങ്ങ് കൂട്ടുക എന്നുള്ളതാണ്. 23 ആയി. അത് നമ്മളെ മനസ്സിൽ അത് കൂട്ടിയിട്ട് അവിടെ അങ്ങ് വിട്ടേക്കുക. വിരലുണ്ട്, മാറിപ്പോകത്തില്ല. ഇനി നമുക്ക് കൂട്ടേണ്ടത് 25 ആണ്. അപ്പോൾ 10 കൂട്ടി 20 കൂട്ടി. ഓക്കെ, ഇനി 5 കൂടെ കൂട്ടിയാൽ മതി. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ 5ന്റെ വിരൽ മാത്രം നൂത്താൽ കറക്റ്റ് ആവും. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനി 5 കൂടിയാണ് കൂട്ടാനുള്ളത്. 20 നമ്മളിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഇനി 5 കൂട്ടണം. അപ്പോൾ 1, 2, 3, 4, 5.
എത്രയായി 48 നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അത് കുറച്ചുകൂടെ എളുപ്പം മനസ്സിലായവർക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ സ്പീഡാക്കാൻ നോക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എടുത്തത് 23 23-ൻ്റെ കൂടെ 25 കൂട്ടാൻ. അപ്പോൾ ഒരു 10 കൂട്ടി 20 കൂട്ടി ഈ 5 കൂടി കൂട്ടുക എന്നുള്ളതാണ്. 5 മാത്രമായിട്ട് ഇങ്ങനെ കൂട്ടാം. മനസ്സിലായി? ഇങ്ങനെ കൂട്ടുമ്പോഴും 48 ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് 15 + 22. 15 + 22. 10 എടുത്തു, 5 എടുത്തു, 15 പിന്നെ നമ്മുടെ 15 എന്നുള്ള സംഖ്യ മനസ്സിൽ നിന്ന് വിട്ടു. കാരണം നമ്മളെ വിരൽ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. 15 + 22. ഓക്കെ, അപ്പോൾ 10 20 കൂട്ടിക്കഴിഞ്ഞു. ആദ്യം നമ്മൾ 15 എടുത്തു, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കൂട്ടേണ്ടത് 22. അപ്പോൾ 10 20 21 22. ആൻസർ കിട്ടിയിരിക്കുന്നത് 37 ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ സംഖ്യയായിട്ടുള്ള 24 + 23. 24 + 23. 24 + 23 ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം 24. 10 20 21 22 21 24. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 23 കൂട്ടേണ്ടത്. അപ്പോൾ എന്താണ് 10 20 അതിൻ്റെ കൂടെ 3 കൂടി കൂട്ടണം. ഇതിൽ ഇനിയിപ്പോൾ കൂട്ടാനാണെങ്കിൽ ഇനി 3 കൂട്ടണം. 1 2 3. ആൻസർ എത്ര കിട്ടി? എന്നിട്ട് നമ്മുടെ വിരലിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 47 നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. പിടികിട്ടില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇതിൻ്റെ വലിയ വലിയ സംഖ്യകൾ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. തൽക്കാലം ഇന്ന് നമുക്ക് ഇതിന് മാക്സിമം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.